ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശ്രീകുമാറിനെ അതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് വാക്കാൽ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എസ് ജയശ്രീയുടെ അറസ്റ്റ് വിലക്കും നീട്ടിയിട്ടുണ്ട്. വിപിൻ സി വിജയനുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിപിൻ, പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, ഒന്ന് ദേവസ്വം ബോർഡിന്റെ മുൻ സെക്രട്ടറിയായ ജയശ്രീ, അതുപോലെ തന്നെ അന്നത്തെ AO ആയിരുന്ന ശ്രീകുമാർ എന്നിവർ. ഇവരുടെ കാര്യത്തിൽ ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത് മാറ്റിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇവരിലേക്ക് അറസ്റ്റ് പോകരുത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്താണ് കോടതി ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ള നിരീക്ഷണം? അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? GK, വീണ്ടും ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയശ്രീ ഇതിനു മുൻപ് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു. ആ സമയത്തും കോടതി ഇത് മാറ്റിവെച്ച് പോരുകയാണ്. അതിലാണ് ഇപ്പോൾ വെള്ളിയാഴ്ചയ്ക്ക് വീണ്ടും മാറ്റിയിരിക്കുന്നത്. അതുവരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം കൂടിയാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റ് നിർദ്ദേശങ്ങളോ ഒന്നും തന്നെ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഈ കേസിൽ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ 4ാമത്തെ പ്രതിയാണ് ഇവർ പറയുന്നത്, ശ്രീമതി എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ജയശ്രീക്ക് പുറമെ 6ാമത്തെ പ്രതിയാണ് ശ്രീകുമാർ. ഇവർ രണ്ടുപേരും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അത് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളി ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടരുത് എന്നുള്ള മിനിറ്റ്സ് തിരുത്തി അത് കൊണ്ടുവിടാം എന്നുള്ളതിലേക്ക് മാറ്റി എന്നുള്ളതാണ് ജയശ്രീയുടെ പേരിലുള്ള പ്രധാനമായിട്ടുള്ള SITയുടെ കണ്ടെത്തൽ. ഇതിനെ പുറത്താണ് ഇപ്പോൾ SIT 4ാമത്തെ പ്രതിയായി ജയശ്രീയെ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ ഈ മിനിറ്റ്സിൽ വരുത്തി എന്നുള്ളതാണ് ശ്രീകുമാറിനെതിരെയുമുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്, വെള്ളിയാഴ്ച ഒരു വിധി പറയും. അതിൽ ഒരു തീരുമാനം, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റ് അറസ്റ്റ് നടപടികളിലേക്ക് SIT കടക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.